പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. പണിതിട്ടും പണിതീരാത്ത വനം വകുപ്പിന്റെ കനോലി പോർട്ടിലേക്കുള്ള തൂക്കുപാലം 2018 പ്രളയത്തിൽ ഭാഗികമായും 2019 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന കനോലി പോർട്ടിലേക്കുള്ള ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലത്തിന്റെ നിർമ്മാണമാണ് അനന്തമായി നീളുന്നത്. കനോലി പ്ലോട്ടിലേക്കുള്ള തൂക്കുപാലം 2018 പ്രളയത്തിൽ ഭാഗികമായും 2019 പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. ഈ പാലത്തിന്റെ നിർമ്മാണമാണ് അനന്തമായി നീളുന്നത്. കഴിഞ്ഞ മാർച്ചിൽ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ച തൂക്കുപാലം എങ്ങും എത്തിയിട്ടില്ല. ഒരു ചോദ്യചിഹ്നം പോലെ ചാലിയാറിന്റെ ഇരുകരകളിലുമായി ഓരോ തൂണുകൾ ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മ ഉയർത്തി നിൽക്കുകയാണ്. 150 മീറ്റർ നീളത്തിലും 1.7 മീറ്റർ വീതിയിലുമാണ് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ലക്ഷ്യമിട്ടിരുന്നത്. നിർമ്മാണം വേഗത്തിൽ തുടങ്ങി സർക്കാർ ഫണ്ട് നൽകാതെ വന്നതോടെ പണിയും നിലച്ചു. ഓരോ വർഷവും വിനോദസഞ്ചാരികളിൽ നിന്നായി ലക്ഷങ്ങൾ വനം വകുപ്പിന് ലഭിക്കുമ്പോഴാണ് പണം ഇല്ലെന്ന കാരണത്താൽ തൂക്കുപാല നിർമ്മാണം നിലച്ചിട്ടുള്ളത്. 2018 പ്രളയത്തിലാണ് പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. 2019 പ്രളയത്തിൽ തൂക്കുപാലം പൂർണ്ണമായും തകർന്നു. ഇതേ തുടർന്നാണ് തൂക്കുപാലം പുതുക്കി പണിയുന്നത്. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിൽക്കിനാണ് നിർമ്മാണ ചുമതല. 2.5 കോടി രൂപയ്ക്കാണ് ടെൻഡർ എടുത്തിട്ടുള്ളത്. ഒലിച്ചുപോയ തൂക്കുപാലവും സിൽക്കാണ് നിർമ്മിച്ചിരുന്നത്. പ്രളയ സാധ്യതകൾ മുന്നിൽ കണ്ട് നിലവിലുണ്ടായിരുന്ന പാലത്തിനേക്കാൾ 2 മീറ്റർ കൂടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് കരാറെന്നും ഈ കാലയളവിനുള്ളിൽ തന്നെ തൂക്കുപാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പ്രവൃത്തിക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന എഞ്ചിനീയർ ശ്യാംനാഥ് അന്ന് പറഞ്ഞിരുന്നു. തൂക്കുപാലം ഇല്ലാത്തതിനാൽ വിനോദസഞ്ചാരികൾക്ക് കനോലി ഫ്ലോട്ടിലേക്ക് എത്താൻ കഴിയില്ല. തൂക്കുപാലം തകർന്നത് പുനർനിർമ്മിക്കാൻ വന്ന വലിയ കാലതാമസം വനം വകുപ്പിന് വരുത്തിയത് കോടികളുടെ നഷ്ടമാണ്. വനം വകുപ്പിന് വിനോദസഞ്ചാരികളിൽ നിന്നും പാസ് ഇനത്തിൽ ലഭിക്കുന്ന തുകയിൽ വൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ തൂക്കുപാലം യാഥാർത്ഥ്യമാക്കാൻ വനം വകുപ്പാണ് മുൻകൈയെടുക്കേണ്ടത്. അല്ലാത്തപക്ഷം തേക്ക് മുത്തശ്ശിയെ കാണാതെ വിനോദസഞ്ചാരികൾ മടങ്ങേണ്ടി വരും. A+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.